അപ്പം പുതിയ നമ്മുടെ ഒരു വീഡിയോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2012 വണ്ടി ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള വണ്ടിയായിരുന്നു. മുമ്പത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ടേക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വർക്ക് ഉണ്ടായിരുന്നു. എന്നാലും എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2012 ചെയ്തേണ വർക്കായതുകൊണ്ട് ആ പഴമയും ഇപ്പോഴത്തെ ഇപ്പോൾ 2 കൊല്ലം കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് വന്നേണ കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി കയറ്റിയിട്ടിട്ട് പൂപ്പൽ കാര്യങ്ങളൊക്കെ പിടിച്ച് ആകെ നാശകോശമായിട്ട് ആയിരുന്നു കിടന്നായിരുന്നേ. നമ്മൾ രണ്ടാമത് ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലും ഫുള്ളായിട്ട് പുതിയ വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ള് അഴിച്ചിട്ട് രണ്ടാമത് റീസ്റ്റോർ ചെയ്തിട്ടുള്ള സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്ന് തന്നെയാണെങ്കിൽ ഒരു സിമ്പിളായിട്ട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ കേലിയർ ഊരി പെയിൻ്റ് അടിക്കുക, അതേമാതിരി ഫുള്ള് ഗ്ലാസ്സുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫുള്ള് അതിൻ്റെ ബീഡിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കണേ. അതുപോലെ തന്നെ സ്കർട്ടിങ് ഇപ്പോൾ പുതിയത് നമ്മൾ ചെയ്തതാണ്. പിന്നെ അതാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന്, പിന്നെ സൈഡിൽ ഗ്രാഫിക്സ് കാര്യങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു 2022 മോഡൽ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പുതിയൊരു ഗ്രാഫിക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെയുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്കേർട്ടിങ്ങിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ലിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് റബ്ബറിൻ്റെ ലിപ്പ്, ഒന്നും കൂടി ഒരു അഴക് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ലാണ്ട് അതിൽ വലിയ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് എന്നൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ലൈറ്റ്. അത് നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ടോപ്പ് ഡെമ്മിയായിട്ട് വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ടൈപ്പ് വയ്ക്കുള്ളായിരുന്നു. അപ്പോൾ ആ ടോപ്പ് ഡെമ്മി ലൈറ്റ് ആ വണ്ടിയുടെ ബോഡിയുടെ കളറിന് ഏകദേശം മാച്ചായിട്ട് മുകളിൽ ടോപ്പിൽ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺസൈഡ്, മുമ്പത്തെ സൺസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ഇരുമ്പിൻ്റെ സൺസൈഡായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മുടെ ഫൈബറിൻ്റെ സൺസൈഡ് കാര്യങ്ങൾ വെച്ചു. ഫ്രണ്ടിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് കാര്യങ്ങൾ സ്റ്റീലിൻ്റെ ക്രോം ടൈപ്പ് ആയിരുന്നു. അത് മാറ്റി നാനോ ബ്ലാക്ക് അല്ല പിയോണോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലൊരു ബമ്പർ ലിപ്പ് കാര്യങ്ങൾ പുതിയ മോഡൽ വലിയ ടൈപ്പ് ബമ്പർ ലിപ്പ് കൊടുത്തു. അത്രയാണ് ഫ്രണ്ട് ഭാഗത്ത് ചെയ്താണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ബാക്കിലാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ കണ്ടീഷനിൽ മാക്സിമം ഔട്ടിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കി നോക്കാം. ബാക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ 3 ലൈറ്റ് അത് പഴയ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സ് എന്നുള്ള ആ സ്റ്റിക്കർ വർക്കിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ആ സ്റ്റിക്കർ ചെയ്യുന്ന പുള്ളിക്കാരൻ ചെറിയൊരു പരിപാടികളൊക്കെ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിന് കവറ് അതുമാതിരി ആ അടിയിലെ ലിപ്പ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ പഴയതായിരുന്നു. അതൊക്കെ മാറി കളഞ്ഞിട്ടുണ്ട്. അത്ര തന്നെയുള്ള ബാക്കിൽ വെച്ച്. അപ്പോൾ പുറത്തെ വിശേഷങ്ങൾ അത്ര തന്നെയുള്ള. ഉള്ളിൽ വന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടല്ല, എന്നാലും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ടോപ്പ് ഓൾറെഡി ഉണ്ടായ ടോപ്പ് തന്നെയായിരുന്നു. ആ ടോപ്പ് കാര്യങ്ങളും അഴിച്ചെടുത്തിട്ട് പുതിയ ലൈറ്റ് LED കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ബെർത്താണെങ്കിലും ക്ലോത്ത് കാര്യങ്ങളൊക്കെ മാറി ലൈറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് വുഡൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മുടേതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ കാര്യങ്ങളായിട്ട് മാറ്റിയിട്ടില്ല എന്നുള്ളൂ. എന്നാലും ഒരു ചെറിയ ചെറിയ മാറ്റത്തിൽ വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ഫോം ചെയ്ത് സീറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ 4 പോസ്റ്റ് ആ ടീമിൻ്റെ പേരായ ബ്രദേഴ്സ് എന്നാണ് പേര്. അപ്പോൾ ആ പേര് കാര്യങ്ങൾ കൊടുത്ത് ഭാഗം ക്ലിയറാക്കി. പിന്നെ പ്ലാറ്റ്ഫോം സൈഡ് ബേഡ് കാര്യങ്ങൾ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് മാറാനുള്ള സംഭവങ്ങൾ നമ്മൾ മാറി. ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ മാറാണ്ടായിരുന്നു, അതൊക്കെ മാറി അതടിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ തൊപ്പി കവർ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. തൊപ്പി കവറുമ്പോൾ അവരെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കാണുമ്പോഴായാലും അപ്പോൾ നമ്മൾ പേര് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എപ്പോഴും ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും സൈഡിൽ ബ്രദേഴ്സിന് പേര് കിട്ടുമ്പോൾ അടുത്തൊരു ഓട്ടം കിട്ടുന്ന സമയത്താണെങ്കിൽ അവർക്കൊരു എന്താ പറയുക ബ്രദേഴ്സ്. അപ്പോൾ ആ നേരെ ബ്രദേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ എടുത്ത് അവിടെ വിളിച്ചു അടുത്ത ഓട്ടം ബുക്ക് ചെയ്യുക. അത്ര കാര്യങ്ങളുള്ളൂ. പിന്നെ സെൻറ്ററിലൊരു ബില്ലറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഭയങ്കര RTO ഒക്കെ ഭയങ്കര പ്രശ്നമായ കാരണം കൊണ്ട് സിമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അവസാനിപ്പിച്ചാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൽ 2012 മോഡൽ വണ്ടി അന്ന് പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പാടില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഫുള്ള് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന കണ്ടീഷനിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയാണ് ആ ബാക്ക് സൈഡിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്രണ്ട് ഡാഷ്ബോർഡ് കാര്യങ്ങൾ മാറിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കവർ അടിച്ച് ഒരു എൽ ബോക്സ് വെച്ചപ്പോൾ ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ എൽ ബോക്സിൽ വയ്ക്കുക. പിന്നെ TV ക്യാബിൻ ഓൾമോസ്റ്റ് ഫുൾ മാറിക്കളഞ്ഞ് പുതിയ ടൈപ്പ് ആക്കി. പറഞ്ഞു കഴിഞ്ഞാൽ തലയിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ക്യാബിൻ മാറി ഒന്നുകൂടി ഉള്ളിലേക്ക് തള്ളിയ ടൈപ്പിലാക്കി. അതും
ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ മാക്സിമം ഇത് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവിൽ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പരമാവധി നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പഴയ വണ്ടികളായതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരു ബഡ്ജറ്റിൽ നിൽക്കണം എന്നില്ല. പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. ഗ്ലാസ് ഫ്രെയിം ആണെങ്കിലും ഫുള്ളെല്ലാം ഇളക്കിയിട്ട് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റുന്നത് പഴയ വണ്ടിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു അളവിൽ എവിടെ ചെയ്യണായിട്ടും അടിപൊളിയായിട്ട് അതിന് നമുക്കും കൂടി ഒരു തൃപ്തി ആവണം. ആ തൃപ്തി ആവണ കണ്ടീഷനിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനി ബാക്കി പാർട്ടി കാര്യങ്ങളൊക്കെ വേണ്ടി ഓടി നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 2 മാസം ഓടി കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, എന്നിട്ട് വണ്ടി ഓടുക. എന്തെങ്കിലും ഒരു എന്താ പറയുക, പിന്നീട് അതിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കണ്ടീഷനിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. നമുക്കും വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ. അപ്പോൾ പരമാവധി നമ്മൾ എന്താ പറയുക, വേഗം വണ്ടി അധികം ലേറ്റ് ആക്കാണ്ട് വണ്ടി പണി വെച്ച് ഇറക്കാൻ നോക്കി. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു വണ്ടി ചിലപ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ ഓൺ വണ്ടി തന്നെ വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് വലിയ കാര്യമായിട്ട് വലിയ സെറ്റപ്പിൽ ഇറക്കണില്ല ഒറ്റ വണ്ടിയും. സിമ്പിളായിട്ട് വണ്ടി പണി വെച്ച് ഇറക്കാമെന്ന് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അത്രയ്ക്കുള്ളൂ നമ്മുടെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തൊരു വീഡിയോ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് കാണാം. ഓക്കെ, ബൈ.